Hello YouTube, welcome to our channel. I am very excited കാരണം ഞാൻ ഒരുപാട് നാൾ അവൈറ്റ് ചെയ്തിരുന്ന ഒരു മോഡൽ Yamaha ഇവിടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. Yamaha MT-15. ഇതിന്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി 150 cc ഇതുവരെ കാണാത്തൊരു കംപ്ലീറ്റ്ലി ന്യൂ ഡിസൈൻ ആണ് Yamaha ഇതിനെ കൊടുത്തേക്കുന്നത്. അതിന്റെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതിന്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ കമ്പോണന്റ്സും വളരെ നീറ്റായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെ 150 cc കാണാത്തൊരു പുതിയൊരു ഡിസൈനിങ് ആയിരിക്കും ഈ MT-15 ൽ Yamaha ഇവിടെ കൊണ്ടുവരിക. പിന്നെ എഞ്ചിൻ വൈസ് പറയുകയാണെങ്കിൽ നമ്മുടെ Yamaha R15 V3യുടെ സെയിം എഞ്ചിനാണ് ഈ വാഹനത്തിലും ഈ MT-15 ലും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എഞ്ചിൻ R15 V3യുടെ എഞ്ചിൻ അറിയാമല്ലോ, 150 cc കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനാണ് R15 V3 ലുള്ളത്. അപ്പം എഞ്ചിൻ്റെ കാര്യത്തിൽ ഒന്നും പിടിക്കേണ്ട കാര്യമില്ല. അതുകൂടാതെ തന്നെ VVA ടെക്നോളജി അതിൽ ഉണ്ട്. അതായത് V3 ഉള്ളപോലെ തന്നെ VVA ടെക്നോളജി ഇതിലുണ്ട്. VVA എന്ന് പറഞ്ഞാൽ വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ. അതായത് നിങ്ങളുടെ എഞ്ചിനിൽ V3യുടെ എഞ്ചിനിൽ ഉള്ളപോലെ തന്നെ എഞ്ചിനിൽ 2 ക്യാം ഉണ്ട്. ഒരു ക്യാം ലോ റേഞ്ചിനും മിഡ് റേഞ്ചിനും, വേറൊരു ക്യാം ഹൈ റേഞ്ചിനും. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഹൈ റേഞ്ച് പോകുമ്പോഴത്തേക്ക് അതായത് 7400 RPM കഴിയുമ്പോഴത്തേക്കും പുതിയൊരു ക്യാം ഓപ്പൺ ആവും. അപ്പോൾ അത് എൻജിൻ കൂടുതൽ റെവ് ചെയ്യുമ്പോഴത്തേക്കും 11K വരെ അത് റെവ് ചെയ്യും R15 V3യുടെ എൻജിൻ. അപ്പോൾ എത്ര റെവ് ചെയ്താലും എൻജിൻ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എത്ര സ്പീഡ് കയറ്റിയാലും എൻജിൻ കാമായിരിക്കും. ഒരു വൈബ്രേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അതാണ് VVAയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എൻജിനിലാണെങ്കിലും പേടിക്കാനൊന്നുമില്ല. പിന്നെ കംഫർട്ട് നോക്കുമ്പോഴത്തേക്കും R15 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും R15 ഒരു അഗ്രസീവ് റൈഡിംഗ് പോസ്റ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു ട്രാക്ക് ടൂളാണ്. R15 എന്നൊരു ട്രാക്ക് ടൂളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉണ്ടായിരുന്ന ഒരു അഗ്രസീവ് റൈഡിംഗ് പോസ്റ്റർ ആയിരുന്നു. അതിന് ട്രാക്ക് ടൂളായതുകൊണ്ട് അങ്ങനെ വേണം. പക്ഷേ MT-15 എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ബൈക്കാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് റൈഡിംഗ് പോസ്റ്റർ ആയിരിക്കും MT-15 കൊടുക്കാൻ സാധ്യതയുണ്ടാവുക. ഒരു റേസ്ഡ് ഹാൻഡിൽ ബാറും ഫുഡ് റെസ്റ്റ് എല്ലാം അത്രയ്ക്കും ബാക്ക് ആയിരിക്കത്തില്ല, കുറച്ച് ഫ്രണ്ടിലേക്കായിരിക്കും. പിന്നെ പില്ലിയൻ റൈഡറും കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിരിക്കും, കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിരിക്കും പില്ലിയൻ റൈഡറിൻ്റെ പോസ്റ്റർ വരുന്നത്. പിന്നെ സസ്പെൻഷനിലും കാര്യമായിട്ടുള്ള വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. R15 ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷൻ ആയിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷൻ വേണം, എന്നാൽ മാത്രമേ കോർണർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. പക്ഷേ MT-15 എന്ന് പറയുന്നത് സ്ട്രീറ്റ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ ആയിരിക്കും കിട്ടാനായിട്ട് ചാൻസ് കൂടുതൽ. പിന്നെ ബാക്കിയുള്ള കൺസോളും എല്ലാം ഷെയർ ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതൽ. കൺസോൾ R15 V3 ഉള്ള പോലെ തന്നെ സെയിം കൺസോളായിരിക്കും MT-15 ലും വരാൻ ചാൻസ് ഉണ്ടാവുക. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിലുള്ള ഡിഫറൻസസ് രണ്ടും തമ്മിൽ. പിന്നെ പ്രൈസിങ് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതെല്ലാം പറയുന്നതെല്ലാം അസംഷൻസാണ്. ഇതൊന്നും ഇങ്ങനെ സംഭവിക്കും എന്നല്ല, അസംഷൻസാണ്. പ്രൈസിങ് എനിക്ക് തോന്നുന്നത് R15 V3യേക്കാളും കുറച്ചുകൂടെ താന്നായിരിക്കും MT-15 പ്രൈസിങ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, MT-15 R15 V3യേക്കാളും വെയിറ്റ് കുറവായിരിക്കും. കാരണം R15 V3ക്ക് ഫ്രണ്ടിൽ ആ ഒരു കിറ്റ് വരുന്നതുകൊണ്ട് അതിൻ്റെ വെയിറ്റ് കാണും. അപ്പോൾ ഈ MT-15 ആ ഒരു കിറ്റ് നേക്കഡ് ബൈക്കായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പം ആ ഒരു കിറ്റ് വരത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പവർ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ എക്സാമ്പിൾ പറയാം, FCയും ഫേസറും ഉണ്ടല്ലോ. അപ്പോൾ FCയും ഫേസർ ഓടിച്ചവർക്കറിയാം. FCയും ഫേസറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ഒരു കിറ്റ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള എല്ലാ കമ്പോണൻസും സെയിം തന്നെയാണ്, എഞ്ചിനെല്ലാം സെയിം തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും ഓടിക്കുമ്പോഴത്തേക്കും FCക്ക് കുറച്ച് പവർ കൂടുതലും ഫേസിന് കുറച്ച് പവർ കുറവും നമുക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ അതുപോലെ ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ ഒരു കാര്യത്തിലും ആ ഒരു ആദ്യത്തെ ഒരു ഇനീഷ്യൽ പിക്കപ്പിലും പുള്ളിങ്ങിലൊക്കെ ഈ വെയിറ്റ് കുറവ് കാരണം എഞ്ചിനിൽ കാര്യമായ ഡിഫറൻസ് ഒന്നും വരുന്നില്ല എങ്കിൽ ഒരു പുള്ളിങ്ങും പിക്കപ്പ് കൂടുതൽ ചിലപ്പം MTക്ക് വരാൻ ചാൻസ് കൂടുതലുണ്ട്. പക്ഷേ ഒരു 110-120 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും MT-15 ഒരു നേക്കഡ് ആയതുകൊണ്ട് തന്നെ വിൻഡ് ബ്ലാസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ സമയത്ത് ഈ R15 V3 അതിൻ്റെ എയറോഡൈനാമിക് കിറ്റ് കൊണ്ട് ചിലപ്പോൾ ഫ്രണ്ടിലേക്ക് കയറി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. വിൻഡ് ബ്ലാസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി സ്പീഡിലേക്ക് പോകാൻ ചാൻസ് പറ്റത്തില്ല. പക്ഷേ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഒരു ആഫ്റ്റർ മാർക്കറ്റ് വൈസർ വെക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ വിൻഡ് ബ്ലാസ്റ്റ് നമുക്ക് തടഞ്ഞു നിർത്താം. അപ്പോൾ നല്ലൊരു ടൂറായിരിക്കും തീർച്ചയായിട്ടും MT-15 ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ ഒരു 15 ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. January 21 അവർ ഇവിടെ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞേക്കുന്നത്. ഡോണ്ട് കോട്ട് മീ ഓൺ ദാറ്റ്, ബിക്കോസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ് മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നല്ലൊരു ബൈക്കിന് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ്, നിങ്ങളുടെ സജഷൻസ് എല്ലാം നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ.